ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അലീമ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് അലീമ, യഥാർത്ഥ പേരല്ല. എനിക്ക് 24 വയസ്സ് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇൻ്റർകാസ്റ്റ് മാരേജുമാണ്. അവർ തമ്മിൽ വളരെ സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ഫാമിലിയിലാണ് ഞാൻ വളർന്നത്. എൻ്റെ ഡാഡിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി മൂത്ത മകളായതുകൊണ്ട് എന്നെ കൊഞ്ചിച്ചാണ് വളർത്തിയത്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡാഡിയുമായിട്ട് ഞാൻ നല്ല അടുപ്പമായിരുന്നു. ഡാഡി എന്നോട് പറഞ്ഞത്, നീ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി, 10-28 വയസ്സാകട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയല്ല. എടി, നീ പഠിക്കാൻ അത്ര വലിയ ഗുണമുള്ളവളല്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് അങ്ങ് നിർബന്ധമാണ്. അമ്മയാണെങ്കിൽ ഈ ജാതകത്തിന് മറ്റ് വിശ്വസിക്കുന്നതാണ് മാഡം. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മറ്റ് ചെറിയ എന്തെങ്കിലും കോഴ്സ് ചെയ്താൽ മതി, ഇനി പഠിക്കാനൊന്നും പോകണമെന്ന് പറഞ്ഞ് എനിക്കങ്ങ് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഡാഡി അമ്മയോട് കുറച്ചൊക്കെ എതിർത്തു. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. ഒറ്റക്കാലിൽ നിൽക്കണം, 25 വയസ്സിന് മുമ്പ് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് മാഡം ഡാഡി തന്നെ അലഞ്ഞലഞ്ഞ് കണ്ടുപിടിച്ച സുന്ദരനായ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും കല്യാണത്തിന് താല്പര്യം തോന്നി. സൗന്ദര്യം കാണുമ്പോഴാണല്ലോ മനുഷ്യന് വികാരങ്ങൾ ഊറിയിറങ്ങുക. അങ്ങനെ സൗന്ദര്യമുള്ള ഒത്തൊരു പുരുഷനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ചില്ലറയില്ലാത്ത ഇളക്കമുണ്ടായി. എങ്കിൽ പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിൽ ബിസിനസ്സാണ്. ഫാമിലിപരമായി അവർ ബിസിനസ് നടത്തുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ വിവാഹം കഴിഞ്ഞ് അവിടെ പോയി നിൽക്കാം. പക്ഷേ അദ്ദേഹം 2 മാസം 3 മാസം കൂടുമ്പോൾ കേരളത്തിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടം, അച്ഛനും അമ്മയൊക്കെ വന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന്. അത് പുള്ളിക്കാരൻ അംഗീകരിച്ചു. ആദ്യം ഞങ്ങൾക്ക് 45 ദിവസം മാത്രമേ അടുത്ത് ഇടപഴകാൻ സമയം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഹസ്ബൻഡിനെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇത്തിരി കൂടി നേരത്തെ ഞാൻ കല്യാണം കഴിച്ചാലും പ്രശ്നമില്ലെന്ന് തോന്നിപ്പോയി. കല്യാണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരങ്കലാപ്പുണ്ടെങ്കിലും സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ഓർക്കുമ്പോൾ എപ്പോഴും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇതങ്ങ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ജീവിതം തന്നെ ഒരു സ്വർഗമാണെന്ന് ഓർത്തു പോകും. ആ സ്വർഗീയ നിമിഷങ്ങൾ എനിക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാനും തൊടുത്ത് മിനുത്ത് കൊഴുത്ത് നല്ല രീതിയിൽ തുള്ളിച്ചാടി മാൻപേടയെ പോലെ നടക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ പറഞ്ഞു, കല്യാണം കഴിച്ചപ്പോഴേക്കും പെണ്ണിനാണെങ്കിൽ അങ്ങ് ഇളക്കവാ. അപ്പോൾ ഡാഡി പറഞ്ഞു, അതിനെന്താ, നീയല്ലേ അവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത്, അവളും ഭർത്താവും സന്തോഷത്തോടെ ഇരിക്കുന്നേ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ അത് നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്, അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു തൊടുപ്പും മെനിപ്പൊക്കെ ഇല്ലേന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, കല്യാണം കഴിയുമ്പോൾ അങ്ങനെയാണ്, ആദ്യമായി കിട്ടുന്ന സ്നേഹം അത് മാത്രമാണോ, നല്ല തീറ്റയല്ലേ, അവിടെ ഇവിടേക്ക് പോയി എല്ലാവരും അങ്ങ് വിരുന്ന് കൊടുക്കും. ആ സമയത്ത് എല്ലാവരും കയറിയൊന്ന് ചൂന്ന് തുടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളായി, ഭാര്യയും ഭർത്താവും തമ്മിൽ ചട്ടിയും കലവും തല്ലലായി. പിന്നെ മെനിപ്പുമില്ല തുടിപ്പുമില്ല നിന്നെപ്പോലെ എന്ന് പറഞ്ഞ് അമ്മയെ കളയാക്കി. അമ്മ അത് കേട്ട് മൂടും കുലുക്കിക്കൊണ്ടങ്ങ് പോയി. ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എനിക്ക് വന്നു നിൽക്കാനുള്ള സൗകര്യവും സാഹചര്യവും എല്ലാം ഉണ്ട്. അത് വേണ്ട വിധത്തിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്തു. 10 ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 10 ദിവസം ഞാൻ അവിടെ നിൽക്കും. ചിലപ്പോൾ കൂടുതൽ അവിടെ നിൽക്കും, ചിലപ്പോൾ കൂടുതൽ ഇവിടെ നിൽക്കും. അങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡിനും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാണാതിരുന്ന് ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ വല്ലാത്ത സ്നേഹപ്രകടനങ്ങളാണ്. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ചൊക്കെ വെറൈറ്റി ആകാമെന്ന്. എന്താ വെറൈറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാത്രിയാകുമ്പോൾ നമുക്ക് ടെറസിൽ പോകാമെന്ന്. ഓപ്പൺ എയറിലോ? ആ, അതിനെന്താ, അത് രസമായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവർ രാത്രിയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല, നേരത്തെ കയറി കിടന്നുറങ്ങും. അതുകൊണ്ട് ഭർത്താവിൻ്റെ ഐഡിയ പ്രാവർത്തികമാക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ചെറിയൊരു പായൊക്കെ ഇട്ട്, മെത്തപ്പായിട്ട് അതിലായിരിക്കും പലപ്പോഴും. ഞാൻ പറയും, ദൈവമേ, മുകളിൽ കൂടി വലിയ ഉപഗ്രഹങ്ങളും നമ്മളെ പകർത്തിയെടുത്താലോ എന്ന്. ഭർത്താവ് അത് കേട്ട് പൊട്ടിച്ചിരിക്കും. പകർത്തിയെടുക്കുകയാണെങ്കിൽ പകർത്തിയെടുക്കട്ടെ എന്ന്. അങ്ങനെ പലപ്പോഴും എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള പല അനുഭവങ്ങളും തരാൻ അദ്ദേഹം ശ്രമിച്ചു. വരുമ്പോൾ പല സമയത്തും ഞങ്ങൾ ടൂർ പോകും മാഡം. ഒരു ദിവസമില്ലേ, ഞങ്ങൾ വയനാട്ടിൽ പോയി. അവിടെ ഒരു കാപ്പിത്തോട്ടത്തിന് നടുവിൽ വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ശരിയാകില്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ കാപ്പി കുലിക്കും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി വെറുതെ വിടില്ല. പുള്ളിയുടെ വെറൈറ്റി ഇതാണ് മാഡം. ഓപ്പൺ പ്ലേസുകളിലൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. പിന്നെ ചില സമയത്തില്ലേ, ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യും രാത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട്. എന്നിട്ട്
കാറിലും അദ്ദേഹത്തിന് സ്നേഹപ്രകടനങ്ങൾ ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തല്ലി ഓടിക്കും. അപ്പോൾ പറയും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒരു വെറൈറ്റി വേണ്ടേ എന്ന് പറയും. വെറൈറ്റിയുടെ ആശാനായതുകൊണ്ട് എനിക്കും കാര്യങ്ങൾ നല്ല ജോറായിട്ട് മുന്നോട്ട് പോയി. ഭർത്താവിനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഓർത്തുകൊണ്ട് ഭർത്താവില്ലാത്ത രാത്രികളിൽ ലേറ്റ് നൈറ്റ് അദ്ദേഹത്തോട് പല കിന്നാരങ്ങളും പറഞ്ഞ് സുഖകരമായ ജീവിതം. ഉടനെ ഒന്നും പ്രസവിക്കണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ മൈൻഡും റിലാക്സ്ഡ് ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ അതൊന്നും നടക്കില്ല. ഹസ്ബൻഡിനോട് കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റില്ല. ഒത്തിരി രാത്രി ഞാൻ അമർത്തി പിടിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും ഉറക്കമില്ലാതെ ഭർത്താവിനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, രാവിലെ സംസാരിച്ചാൽ പോരെന്ന്. അപ്പം ഞാൻ ചോദിക്കും അമ്മ എങ്ങനെ കേട്ടെന്ന്. ആ, നിൻ്റെ മുറിയുടെ അകത്തു നിന്നും എനിക്ക് പലപ്പോഴും ശബ്ദം കേൾക്കാമല്ലോ, നിനക്ക് ഉറക്കമൊന്നുമില്ലടി അഹങ്കാരി എന്ന് ചോദിച്ച് എൻ്റെ ഡാഡിയുടെ മുന്നിൽ വെച്ചിട്ടാണ് കളിയാക്കുന്നത്. ഡാഡി പറയും നീ എന്തിനാണ് അവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? പണ്ട് നീ ഞാനും തമ്മിൽ പ്രേമമായിരുന്നപ്പോൾ നീ എങ്ങനെയായിരുന്നു എന്നാലോചിച്ച് നോക്കുന്നു. അങ്ങനെയൊന്നും പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഡാഡിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അമ്മയെ പ്രകോപിപ്പിക്കുമ്പോൾ ചവിട്ടിത്തുള്ളി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണെന്ന് ഡാഡി പറയും. എന്തായാലും എൻ്റെ ഹസ്ബൻഡും ഇത്തിരി കുസൃതി കൂടുതലുള്ള ആളാണേ. ചില സമയത്ത് എന്നോട് പറയും ഇന്ന് സോമൻ പോകുമോ, ഇന്ന് തത്തമ്മയ്ക്ക് പാലും പഴവും കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും. പോ മനുഷ്യ, തോന്നിയാസം പറയാതെ. അപ്പോൾ ഹസ്ബൻഡ് പറയും എടി കോഡ് വാക്കുകൾ ഉപയോഗിച്ച് ഭാര്യയ്ക്കും ഭർത്താനൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശസ്തമായ കോഡ് വാക്കുകളൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞ് വെറുതെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. ചില സമയത്ത് ഭർത്താവ് പാടും ആഹാ കണ്ടേ താഴ്വര, ആഹാ കണ്ടേ മലനിര, മാമരം കണ്ടേ ചോല കണ്ടേ എന്നൊക്കെ പാടും. ഞാൻ പറയുമ്പോൾ എന്നെ കളിയാക്കാമെന്ന്. ചില സമയത്ത് അദ്ദേഹം എന്നോട് ചോദിക്കും മലനിരകൾ താഴ്വരകൾ ഒക്കെ ഒന്ന് ദർശിക്കാൻ എനിക്കിപ്പോൾ ഭാഗ്യമുണ്ടാകുമെന്ന് ചോദിക്കും. ഞാൻ പറയും ഇല്ല. അപ്പോൾ ഭർത്താവ് ചോദിക്കുക എന്താണെന്ന്. ഞാൻ പറയും ഇന്ന് ഈ നാഷണൽ പാർക്ക് അവധിയാണ്, സന്ദർശകർക്ക് ഇന്ന് പ്രവേശനമില്ലെന്ന്. അപ്പോൾ പുള്ളി പറയും ആഹാ അപ്പോൾ അവിടെ ഒത്തിരി സന്ദർശകരുണ്ടോ എന്ന്. ഞാൻ പറയും അല്ല, എൻ്റെ ഒരേ ഒരു സന്ദർശകന് ഇന്ന് പ്രവേശനമില്ല, ഇന്ന് അവധിയാണെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് പറയും പ്ലീസ് പ്ലീസ് എടി പ്ലീസ് നീ അവിടുന്ന് വീഡിയോ കോൾ ചെയ്യ് എന്ന് പറയും. ചില സമയത്ത് എനിക്കതൊക്കെ ഇഷ്ടമാണ്, ചില സമയത്ത് അത് ഇഷ്ടവുമല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഉച്ചയായിട്ട് ഊണ് കഴിച്ചെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചതാണ്. ആ സമയത്ത് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടി ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നു പറഞ്ഞു. ഉടനെ വീഡിയോ കോൾ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മോളെ മാതളക്കുടങ്ങൾ അവിടെ പൂത്തോ തളർത്തോ ഞാൻ നോക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരു മൂടില്ലെന്ന്. അതൊന്നും ഒരു പ്രശ്നമില്ല, പൂത്തോ തളർത്തോ കായ്ച്ചോ മൂത്തോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് കൂടുതൽ പ്രോത്സാഹനം നൽകിയല്ലേ മാഡം. നമ്മളുടെ ഭർത്താവ് നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് തിരുനട തുറന്ന് ദർശനം കൊടുക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. മാതളത്തോട്ടമല്ലേ ആദ്യം കാണുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് തോട്ടത്തിലെ കനികൾ തന്നെ ആദ്യം അദ്ദേഹത്തിന് ദർശനമായി നൽകാം എന്ന് കരുതി മാഡം. അങ്ങനെ ഞാൻ അതൊന്ന് ദർശിക്കാൻ തുടങ്ങുമ്പോഴുണ്ട് പെട്ടെന്ന് മോളെന്ന് പറഞ്ഞ് അച്ഛൻ കഥക് തുറന്നകത്തേക്ക് വന്നു. ഞാൻ കട്ടിലിരിക്കുകയാണല്ലോ, ഞാനാകെ ഞെട്ടിപ്പോയി മാഡം. വീട്ടിൽ അങ്ങനെ ആരും ഉച്ചയ്ക്ക് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വാതിലിട്ട് കുറ്റിയുമിട്ടിരുന്നില്ല, ചേർത്തടച്ചതാണ്. പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഞെട്ടിപ്പോയി, ഡാഡിയും ഞെട്ടിപ്പോയി. ഷൂ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ മാതളക്കുടങ്ങൾ ബാസ്ക്കറ്റിലാക്കി വെച്ചു. എന്നിട്ട് എന്താ ഡാഡി എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു എടി എൻ്റെ മൊബൈൽ ഇതേ വർക്കാകുന്നില്ല, ആ കൂടി സ്റ്റക്കായ പോലെ തോന്നുന്നു, എന്തെങ്കിലും ഹാങ് ആയതോ അതോ ഹാക്കായതോ ആണോ, എന്തൊക്കെ മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അത് വാങ്ങി നോക്കി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ചമ്മലുണ്ടായിരുന്നു മാഡം. ശരിയാണ്, എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വന്നു. ഇമെയിൽ ആരോ ഹാക്ക് ചെയ്ത പോലെയാണ് തോന്നിയത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്തെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തതെന്ന് തോന്നുന്നു പറഞ്ഞു. എന്തായാലും ഇമെയിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തിരിച്ചെടുത്തു. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആക്കി. അപ്പോൾ ഡാഡി എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡാഡി പറഞ്ഞു മോളെ സോറി കേട്ടോ, നീ അവനും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, പെട്ടെന്ന് തട്ടാതെ കയറി വന്നതിൽ സോറി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല ഡാഡിന്ന്. എന്താടി അവൻ നിന്നോടിങ്ങനെ പറയാറുണ്ടോ? ഇത്തരം വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രശ്നമാകില്ലേ? ഇപ്പോൾ ദേ ഹാക്കായൊരു ലിങ്കിൽ തൊട്ടപ്പോൾ തന്നെ. അപ്പോൾ ഇത്തരം വീഡിയോ കോളുകളൊക്കെ വെളിയിലായി കഴിഞ്ഞാൽ
ഭർത്താവിനോടാണെങ്കിലും പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ കാമുകന്മാരൊക്കെ തമ്മിൽ എത്രയോ കോളുകൾ ചെയ്യുന്നു, അതൊക്കെ പുറത്താവുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, അത് ശരിയാണ്, എന്നാലും ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു. ഒന്ന് പോ ഡാഡി, ഭാര്യയും ഭർത്താവും പല രീതിയിലുമാണെന്ന് നേരത്തെ തന്നെ ഡാഡി അമ്മയോട് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, എന്നാലും ഇതിത്തിരി കടന്ന കയ്യാ കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല, നീ ഒത്തിരി അങ്ങ് വളർന്നു പോയി. എൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന കൊച്ച, ഇത്രയും വളർച്ചയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, ഡാഡി എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഡാഡി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം നീ ഇവിടെ മാതളത്തോട്ടം വളർത്തുകയായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഡാഡി ഇത് കേട്ടെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കേട്ടടി, ഞാൻ വന്നെന്ന് മനഃപൂർവ്വമാണ് തോന്നുന്നത്, നിൻ്റെ അഹങ്കാരം കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത് അഹങ്കാരമാണോ ഡാഡി? എൻ്റെ ഭർത്താവിനോട് ഞാൻ സൊല്ലുന്നത് ഡാഡി ഒളിഞ്ഞെന്ന് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഡാഡിയുടെ മൊബൈല് ശരിക്കും ഹാക്കായതാണോ അതോ ഡാഡി ഹാക്കാക്കിയതാണോ? പൊടി, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ നിൻ്റെ ഈ സംഭാഷണം കേട്ടത്. വെപ്രാളത്തിലാണ് വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ നിന്നു. അപ്പോഴാണ് മാതളത്തോട്ട് വന്നോ മാതളക്കൂട വന്നോ വേറെന്തൊക്കെയോ ഒക്കെ പറഞ്ഞത് കേട്ടത്. എങ്കിലും ഞാൻ ഓർത്തു എൻ്റെ മോള് കടയിൽ നിന്ന് മാതള നാരങ്ങ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഓർത്താ ഞാൻ അകത്തേക്ക് വന്നെന്ന്. ഒന്ന് പോ ഡാഡി. വന്നപ്പോഴല്ലേ മാതള നാരങ്ങയല്ല കുമ്പളങ്ങയോ മത്തങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ് ഡാഡി എൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ച് ചിരിച്ചു. എന്തോ ഡാഡി ഇങ്ങനെ പച്ചയായിട്ട് കളിയാക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, ഡാഡി, ഭാര്യയ്ക്കും ഭർത്താവിനും ഈ കാര്യത്തിൽ എത്രത്തോളം ഒത്തൊരുമയുണ്ടോ, എത്രത്തോളം ആകർഷണമുണ്ടോ, എത്ര വട്ടം ഇതിനെപ്പറ്റി പറയുന്നോ അത്രയും കാലം അവരുടെ ബന്ധം നല്ല ഊഷ്മളമായി നിൽക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാന്ന് പറഞ്ഞു. അപ്പം ഡാഡി മനഃപൂർവ്വം കളിയാക്കിയതാണോ? മനഃപൂർവ്വം കളിയാക്കിയതാണ്, പക്ഷേ അകത്ത് ഇതാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനോർത്ത് വെറുതെ എന്തോ സൊള്ളുകയാണെന്ന്. അതിന് സോറി മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, പക്ഷേ അച്ഛനും അമ്മയും തമ്മിൽ ഇപ്പോഴെപ്പോഴും ഉടക്കാണല്ലോ, പണ്ട് നിങ്ങൾ തമ്മിൽ ഇത്ര ഉടക്കില്ലല്ലോ എന്ന്. അപ്പോൾ ഡാഡിനോട് പറഞ്ഞു, അതിനെക്കുറിച്ച് നിന്നോട് പറയാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിന്നോട് എനിക്കിനിയും പറയാം. പണ്ടാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. എന്താ ഡാഡി, നിൻ്റെ അമ്മയ്ക്ക് ഈടെയായിട്ട് ഒട്ടും താല്പര്യമില്ല. ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെന്നാലും അവൾ വെച്ചൊഴിഞ്ഞു മാറുകയാണ്. പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും സമയത്ത് ഒന്ന് കടാക്ഷിച്ചാലായി, അത്രയേ ഉള്ളൂ. എത്ര ചോദിച്ചാലും അതിൻ്റെ കാര്യം പറയില്ല, കാരണം പറയില്ല. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഡാഡി കേട്ടിട്ടില്ലേ, കുറച്ച് പ്രായമാകുമ്പോൾ പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് ഹോർമോണൊക്കെ കുറയും. ആ സമയത്താണ് ഇത്തരം പ്രശ്നങ്ങളെന്നൊക്കെ. അതൊക്കെയുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറയുകയാണ്, ഹോർമോൺ കുറഞ്ഞെങ്കിൽ അങ്ങ് കുറയട്ടെ, താല്പര്യം പോയെങ്കിൽ പൊയ്ക്കോട്ടെ, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് ഡാഡിക്കും അമ്മയ്ക്കും വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാടി. പക്ഷേ അവൾ പറഞ്ഞത് ഇത്രയൊക്കെ മതി എന്ന് വെച്ചാൽ 2 മാസത്തിൽ 2 ആണെങ്കിലും അവൾക്ക് പ്രശ്നമില്ലെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഡാഡി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി പിന്നൊന്നും മിണ്ടിയില്ല. ഞാൻ ചുമലിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു, എന്താ ഡാഡി, ഡാഡിക്ക് എന്താ പ്രശ്നം നിനക്കറിയില്ലേ? ഞാനിപ്പോഴും നല്ല ആക്റ്റീവാടി. നിൻ്റെ ഭർത്താവിനെ പോലെ എൻ്റെ ഭാര്യ നിന്നെപ്പോലെ തന്നെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി പെരുമാറിയെങ്കിൽ ഞാനും സന്തുഷ്ടനായനെ. പക്ഷേ ഇവിടെ സന്തുഷ്ടിക്ക് യാതൊരു വകയുമില്ല, ഒന്നുമില്ല മോളെ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഡാഡിയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. എങ്ങനെയാണ് ഡാഡി പിന്നെ ഡാഡി ഇത്രയും ഊർജ്ജം ഒതുക്കി പിടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, മോളെ, കൈസഹായങ്ങൾ സ്വയം ഉണ്ടാകുമല്ലോ, അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിച്ചു. നേരത്തെ ഇത്രയും ഡീപ്പായിട്ട് സംസാരിക്കില്ല, എങ്കിലും പൊതുവായിട്ട് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാര്യം അദ്ദേഹം വളരെ ഫ്രീ ആയിരുന്നല്ലോ, എന്നോട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. ഡാഡി ഇത്തരം വിഷയത്തെക്കുറിച്ച് നേരത്തെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എന്നോട് സംസാരിച്ചാലേ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണെന്ന്. പിന്നെന്താ ഇത്ര വർഷമായിട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വേണ്ടെന്ന് പറയുമ്പോൾ ഡാഡി അതിന് അമ്മയെ വിളിച്ചുകൊണ്ട് പോകാത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ വിവരമാണല്ലോ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അതൊന്നും ഉപകരിക്കില്ലേ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി പറഞ്ഞു, അവളോട് പറഞ്ഞതാണ്, അവൾക്ക് അറിയുകയും ചെയ്യാം. എങ്കിലും അവൾ പറയുകയാണ്, ഈ പ്രായത്തിൽ ഇത്രയും മതിയെന്ന്. അവൾക്ക് അങ്ങനെയായിരിക്കാം എന്ന് വെച്ച് പുരുഷനായി എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളില്ലേ? പുരുഷന്മാർക്ക് അങ്ങനെയാണോ ഡാഡി? അപ്പോൾ ഡാഡിനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് പ്രകൃതിയിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ ആക്റ്റീവ് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് അത്ര ആക്റ്റീവ്നെസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്,
ഉള്ള സ്ത്രീകളുണ്ട്, പക്ഷേ അത് കുറവാണ്. പുരുഷന്മാരിൽ ഭൂരിപക്ഷം പേർക്കും എപ്പോഴും നല്ല ആക്റ്റീവാ മോളെ. എപ്പോഴും അവർ ഇത്തരം കാര്യങ്ങളിൽ മുഴുകിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണോ ഡാഡി? ഡാഡിക്കും അത്രയ്ക്കങ്ങ് ആഗ്രഹമാണെന്ന് വെച്ചപ്പോൾ ഡാഡി പറഞ്ഞു, എടി എനിക്ക് മിനിമം ലെവലേ ഉള്ളൂ, പക്ഷേ അത് കറക്റ്റായിട്ട് നടക്കണ്ടേ? നിനക്കിപ്പോൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, നീ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോ? ഇല്ലില്ല. പിന്നെ അവിടെ പോയി താമസിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം വരും, അല്ലെങ്കിൽ അവൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാതളവും കുമ്പളവും ഒക്കെ ഉണ്ടല്ലോ. ഇത് അതൊന്നുമില്ല. മിക്ക ദിവസങ്ങളിലും അവൾ ഓഫാണ്. ഇത്തരം പ്രണയവാചകങ്ങളൊന്നും അവൾ പറയുന്നില്ല. എപ്പോഴും ദേഷ്യമാണ്. ഹോർമോൺ ആണെങ്കിലും എന്താണെങ്കിലും വിളിച്ച ചികിത്സയ്ക്ക് വരണ്ടേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക? അതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ കൂടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡിയുടെ കാര്യം വലിയ കഷ്ടമാണ്. വലിയ ഫിലോസഫി പറയും, വലിയ അറിവ് പ്രസംഗിക്കുകയും ചെയ്യും, പക്ഷെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ ഡാഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു, അത് ശരിയാണ് മോളെ, എന്ത് ചെയ്യാനാണ്? എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അന്യ മാതളക്കുടങ്ങൾ തേടിപ്പോകാൻ ഏതെങ്കിലും ഫ്രൂട്ട്സ് കടയിൽ അങ്ങ് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ അത്ഭുതം ഭാവിച്ചു. ഓ ഡാഡി, അങ്ങനെ വല്ല കണക്ഷൻ ഡാഡിക്കുണ്ടോയെന്ന്. ഡാഡി പറഞ്ഞു, ഇല്ല, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും മോളെ. നിൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. ഇനി അതെങ്ങാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചന്ദ്രഹാസം വിളക്കും. അവളെ കൊണ്ട് ഒന്നും വയ്യാതാനും ഞാൻ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ സമ്മതിക്കുകയില്ല. ഇങ്ങനെയുണ്ടോ? പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. മിക്കവാറും പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങളുണ്ട്. അവന്മാരുടെ ഭാര്യമാർക്കൊന്നും അത്ര വലിയ ആക്റ്റീവ്നെസ് ഇല്ല. എന്നാലോ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര വഴക്കും സംശയമൊക്കെയാണ്. ഇത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കടന്നു പോകുന്ന ഏരിയയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇത് എല്ലാം അറിയാമായിരുന്നിട്ട് പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മോളെ. അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോൾ വേറെ മാതളക്കുടങ്ങൾ തപ്പാതെ ഇവിടെ വന്ന് നിൻ്റെ മാതളത്തോട്ടം നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പെട്ടെന്ന് ഒന്ന് പോ ഡാഡി, കളിയാക്കുകയാണോ എന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, അതല്ലേ ഞാൻ പറഞ്ഞത്, നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിവൃത്തിയാകില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞിട്ട് ഡാഡി എഴുന്നേറ്റു. ഞാനിപ്പോൾ അറിയാതെ ഡാഡിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഡാഡിയോട് ഇരിക്കുക എന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്തിലെ ഞാൻ ഡാഡിയോട് ചേർന്നിരുന്നു. എൻ്റെ മനസ്സ് മാറുകയായിരുന്നു. ഡാഡി പിന്നെയും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു. ഞാൻ ഡാഡി ഇരിക്ക് ഡാഡി ഇരിക്ക് ഡാഡി എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മാതളക്കൂടകൾ ഡാഡി തുറന്നു നോക്കുമോയെന്ന് എനിക്കൊരു സംശയം തോന്നി. സംശയിച്ചെങ്കിലും തുറക്കട്ടെ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഡാഡി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ഷർട്ടിൽ പിടിച്ച് വലിച്ചു. മാഡം, ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഡാഡിയുടെ കൈകളിൽ എൻ്റെ കൈകൾ കോർത്തത്. ലക്ഷ്യസ്ഥാനത്തേക്ക് അറിയാതെ വന്നെത്തുന്ന ഡാഡിയുടെ കൈകൾ. പിന്നെ അവിടെ നടന്നത് മാസ്മരികമായ ഒരു ലോകത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ശരിക്കും അവിടെ ഡാഡി എന്നുള്ള സ്ഥാനം മാറി പ്രണയഭാവം അങ്ങ് നടക്കുകയായിരുന്നു. ഞാനും പ്രണയ കവാടത്തിലേക്ക് കയറാൻ തയ്യാറായിരിക്കുകയാണ്. പണ്ട് ഡാഡി ലാളിച്ചത് വേറൊരു തലം. ഇപ്പോൾ ഉള്ള ലാളനകൾ സ്വർഗീയമായ ലാളനകൾ. എൻ്റെ മനസ്സിലെ ഭാരമെല്ലാം മാറിപ്പോയി. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഞാൻ വഴുതി വീഴുകയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞില്ല. പകരം ഞാൻ പോകുന്നത് പഞ്ചവർണ്ണ കാടുകളിലേക്കാണ്. മലനിരകളും താഴ്വരകളും മാമരവുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നു. എൻ്റെ താഴ്വര തടാകങ്ങൾ നിറഞ്ഞു കവിയുമെന്ന് എനിക്ക് തോന്നിപ്പോയി. മാമരവും ഞാൻ കണ്ടു, ചോലയും കണ്ടു, എല്ലാം കണ്ടു. എനിക്ക് വളരെ സംതൃപ്തിയുള്ള നിമിഷങ്ങളായിരുന്നു അത്. അന്ന് ഭാഗ്യത്തിന് അമ്മ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് 2 മണിക്കൂർ ഞങ്ങൾ മാമലയും മേടും ചോലയും എല്ലാം കണ്ട് ഒഴുക്കുന്നീറ്റിൽ കുളിച്ചു കയറി. ഡാഡിക്ക് ഇത്തിരി കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊത്തിരി കുറ്റബോധമൊന്നും തോന്നിയില്ല മാഡം. ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇഷ്ടത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു. ഡാഡിയും പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റഡായി. പക്ഷേ വേറൊരു കാര്യമുണ്ട് മാഡം, ഡാഡിയും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ തീവ്രമായിരുന്നു. ഹസ്ബൻഡ് വരുമ്പോഴില്ലേ ഞാൻ പലപ്പോഴും സുരക്ഷാ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. വീട്ടിലായിരിക്കുമ്പോൾ ഡാഡി പല അവസരങ്ങളിലും വരും, ചിലപ്പോൾ രാത്രിയിലും വരും. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒന്നും നോക്കിയിരുന്നില്ല. എല്ലാം അറിയാമായിരുന്നിട്ടും അവസാനം അത് ചില പ്രശ്നങ്ങൾ കലാശിച്ചു. ഹസ്ബൻഡ് വന്നു പോയതിനു ശേഷമാണ് എങ്കിൽ കൂടിയും ഈ ഒരു പ്രശ്നം ഡാഡിയിൽ നിന്നുണ്ടായതാണെന്ന് എനിക്ക് മനസ്സിലായി.
അങ്ങനെ ഡാഡി ഞാനും കൂടി ഇനി എന്ത്, ഇത്രയും ദിവസമായി എന്ത് ചെയ്യണം? അത് ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഹസ്ബൻഡ് അല്ല അതിന് കാരണക്കാരെന്ന് മനസ്സിലായി. ഡാഡി പറഞ്ഞു സാരമില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സുരക്ഷിതമായ ബന്ധമാണുള്ളത്, ഇത് അദ്ദേഹത്തിന് മനസ്സിലായാലോ എന്ന്. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു നമുക്കിത് ഒഴിവാക്കാമെന്ന്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആരും അറിയാതെ അതൊഴിവാക്കി മാഡം. പക്ഷേ അത് കഴിഞ്ഞതിൽ മുതൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഡാഡിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധമില്ല. ഡാഡി പറഞ്ഞത് ഇനി നമുക്ക് സുരക്ഷിതമായ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതിയെന്നാണ്. എനിക്ക് കുറ്റബോധവും ഡാഡിക്കിപ്പോൾ കുറ്റബോധമെല്ലാം പോയി നല്ലൊരു കാമുകൻ്റെ സ്ഥാനത്തുമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും ഇത്തരം ഒരു ബന്ധത്തെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. കാര്യം നാട്ടിൽ ഇഷ്ടം പോലെ നല്ല ആണുങ്ങൾ വേറെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ബന്ധം സൃഷ്ടിക്കുന്നു? ഇത് പലർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എല്ലാത്തിനും കുറ്റം പറഞ്ഞത് സാഹചര്യങ്ങളെയാണ്. പക്ഷേ സാഹചര്യങ്ങളിൽ നമ്മുടെ വിവേകവും വിചാരമൊക്കെ എവിടെ പോകുന്നു? അതിൻ്റെ ഒരു കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബന്ധം എവിടെ കൊണ്ടുവന്ന് അവസാനിക്കും? അതുകൊണ്ട് ഇത്തരം ബന്ധം തുടരാൻ പാടില്ല. നിങ്ങൾക്ക് നേരത്തെ കുറ്റബോധം ചെറിയ രീതിയിൽ തോന്നിയുള്ളൂ, അതങ്ങ് പോവുകയും ചെയ്തു. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കുളമാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേർവഴിക്ക് പോവുക. ഹസ്ബൻഡുണ്ട്, നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിന് പകരം ഇവിടേക്ക് തിരിഞ്ഞ് ഈ ഗ്യാപ്പിലെല്ലാം ഡാഡി വന്ന് വിളക്കേറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ബന്ധത്തിൽ നിന്ന് കുറ്റബോധം തോന്നിക്കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പിന്തിരിയുക, ഡാഡിയുമായിട്ട് ചർച്ച ചെയ്യുക. ഡാഡി ഭയങ്കര വിവരമുള്ള ആളൊക്കെ ആണല്ലോ. നിങ്ങളുടെ വീട്ടിൽ വിവരം കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അനാവശ്യമായ ഈ ബന്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറുക. ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഭർത്താവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ വീട്ടിൽ ഇനി നിൽക്കേണ്ട കാര്യമില്ല. ഇത്രയും സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഗൾഫിൽ പോയിട്ട് അയാളുടെ കൂടെ ഹസ്ബൻഡിനോട് നിൽക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് വെറുതെ ഇവിടെ ഇരുന്ന് കുളം തോണ്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുറ്റബോധം ഉണ്ടാക്കുന്നതും? അപ്പം അതിൻ്റെ കാര്യമില്ല. ഇനിയെങ്കിലും മാറി സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തദവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.